ബീഹാറിൽ നിന്ന് അത്ര നല്ല കാര്യങ്ങളല്ല കേൾക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി കുടുംബങ്ങൾ തമ്മിൽ അടിച്ചു പിരിയുന്നു എന്നുള്ള വാർത്ത കൂടി വരികയാണ്. ലാലു പ്രസാദിന്റെ മകൾ കുടുംബത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുകയാണ് എന്നാണ് പറയുന്നത്. അതിന് അവർ പറഞ്ഞ കാരണം ഇങ്ങനെയാണ്: ഞാൻ രാഷ്ട്രീയം വിടുകയും എൻ്റെ കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയുമാണ്. ഇങ്ങനെ ചെയ്യാനാണ് സഞ്ജയ് യാദവും റമീസും എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ പഴിയും ഞാൻ ഏറ്റെടുക്കുകയാണ് എന്നാണ് അവരുടെ എക്സ്പോസ്റ്റ്. അപ്പോൾ തേജസ്വി യാദവിന്റെ, രോഹിണിയുടെ സഹോദരൻ തേജസ്വി യാദവിന്റെ അടുത്ത അനുയായിയാണ് ഈ സഞ്ജയ് യാദവ്. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ് റമീസ്. തേജസ്വിയുടെ സുഹൃത്താണ്. ഇവർ രണ്ടുപേരും തേജസ്വി യാദവിന്റെ സഹോദരി രോഹിണി ആചാര്യയോട് പറയുകയാണ്, നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം എന്നുള്ളത്. അടിക്കാൻ ചെരുപ്പൊക്കെ ഉയർത്തി എന്ന് പറയുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ബി ജെ പിക്ക് ഇതൊരു നല്ല കാലമായി മാറുന്നുണ്ടോ? തുടക്കത്തിൽ പ്രജിത പറഞ്ഞല്ലോ, അത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല വരുന്നതെന്ന്. നല്ല കാര്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൻ്റെ വിജയമാണ്, വോട്ട് ചോരിയുടെ പരാജയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കള്ളം പറഞ്ഞ് ഒരു ജനതയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് ഒരു രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമം, അതിൻ്റെ ഉള്ള ബോംബായിരുന്നു ഇയാൾ കൊണ്ടുവന്നത്. ഹൈലി എക്സ്പ്ലോസീവ് ഡിവൈസ്. നമ്മുടെ ഈ കാര്യത്തിൽ പറഞ്ഞതുപോലെ അവിടെ ചെങ്കോട്ടയിലെ ചാവേർ സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട് മദർ ഓഫ് സാത്താൻ, ചെകുത്താൻ്റെ അമ്മ എന്ന പേരിട്ട സാത്താന്മാർ നടത്തിയ ആ കൂട്ടക്കൊലയുണ്ടല്ലോ, സാത്താന്മാർ, ഡോക്ടർമാരെന്നറിയപ്പെടുന്ന സാത്താന്മാർ നടത്തിയ ആ കൂട്ടക്കൊലയിൽ ഉപയോഗിച്ചത് അസറ്റോൺ ട്രൈപെറോക്സൈഡ് എന്ന രാസവസ്തു, അതായത് അസറ്റോൺ ട്രൈപെറോക്സൈഡ് എന്ന രാസവസ്തുവായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത് വോട്ട് ചോരി എന്ന രാസവസ്തുവാണ്. ഹൈലി എക്സ്പ്ലോസീവ് ഡിവൈസ്, IED, ഇൻറ്റൻസീവ് എക്സ്പ്ലോസീവ് ഡിവൈസ് ആണ് ഉപയോഗിച്ചത്. ബോംബെന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഏച്ചാതെ ബീഹാറിലെ ജനത ചുട്ട മറുപടി കൊടുത്തു. ദേശസ്നേഹികളായ, രാജ്യസ്നേഹികളായ ജനങ്ങൾ. ഈ ശിവനെ തൊട്ടവൻ പാവി അല്ല, ശിവൻ തൊട്ടാൽ ശിവൻ, പാവിയെ ശിവൻ തൊട്ടാൽ ശിവനും പാവിയാകുമെന്ന് പറയുന്ന പോലെ പരാന്നജീവിയായ രാഹുൽ ഗാന്ധിയെ തൊട്ടിപ്പോൾ തേജസ്വി യാദവും പെട്ടിരിക്കുകയാണ്. കുടുംബത്തിനകത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇവരാസൂത്രണം ചെയ്ത രാജ്യത്തിനകത്തൊരു കൂട്ടക്കലാപമായിരുന്നു, അത് നടന്നില്ല. പക്ഷെ ലാലുവിൻ്റെ കുടുംബത്തിൽ കൂട്ടക്കലാപം തന്നെ നടന്നു. കൂട്ടക്കലാപത്തിൽ നേരത്തെ തന്നെ പ്രതാപ് യാദവ് വേറിട്ട് പോയി ഇവർക്കെതിരെ പറഞ്ഞു, ഇവൻ ഇനി കളിപ്പാട്ടം കൊണ്ടിരിക്കുകയുള്ളൂ എന്ന് തേജസ്വിയെക്കുറിച്ച് പറഞ്ഞു. അതിപ്പോൾ സഫലമായി. ഇനി കളിപ്പാട്ടവും കളിച്ചുകൊണ്ടിരിക്കാം. കുടുംബത്തിലെ മറ്റൊരംഗമായ പ്രതാപ് പോയ കാര്യം ഇപ്പോൾ പറഞ്ഞ്, രോഹിണി ആചാര്യ എന്ന് പറയുന്ന ആൾ, സുന്ദരിയായ സ്ത്രീയാണ് അവർ. ആ രോഹിണി ആചാര്യ എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയക്കാരി തന്നെയാണ്. അവർ പറഞ്ഞു, ഇനിയും ലാലു കുടുംബവുമായിട്ടോ അല്ലെങ്കിൽ ഈ RJD പാർട്ടിയുമായിട്ടോ എനിക്കൊരു ബന്ധവുമില്ല. ഇത് പറഞ്ഞതിന് കൊടിയ ശിക്ഷ അവർക്ക് കിട്ടി. ചെരുപ്പ് കൊണ്ടുള്ള അടി കിട്ടി, പീഡനം അവിടെയും കിട്ടി. അത് പറഞ്ഞതിന് മറ്റേയാളെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി ലാലു പ്രസാദ് യാദവ് തന്നെ. അയാൾ ചെയ്ത തെറ്റെന്താണ്? കാമുകിയെ, തൻ്റെ സ്വന്തം കാമുകിയെ കല്യാണം കഴിക്കുന്നതായിട്ട് അറിയിച്ചു. അപ്പോൾ അതിനെയാണ് വലിയ പുരോഗമനവാദി, സോഷ്യലിസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ലാലു യാദവ് ശിക്ഷിച്ചത്. കാമുകിയെ കല്യാണം കഴിക്കുന്നതിന് മകനെ ശിക്ഷിച്ചു. അപ്പോൾ എന്ത് യാഥാസ്ഥികനാണ് അയാൾ, എന്ത് സോഷ്യലിസ്റ്റാണ് അയാൾ, ചിന്തിച്ചു പോകുന്നു. പക്ഷേ ഈ പെൺകുട്ടി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമല്ല. പക്ഷേ ഇനി വഴി ബീഹാറിലാണെങ്കിൽ ഒന്നേ ഉള്ളൂ, അത് BJPയോ അല്ലെങ്കിൽ നിതീഷിൻ്റെ പാർട്ടിയോ, അതായത് JDU, ജനതാദൾ യുണൈറ്റഡ്. ഇത് ഏതെങ്കിലും വഴിയുള്ളൂ. അത് രണ്ടുമേ ക്ലച്ച് പിടിച്ചിട്ടുള്ളൂ അവിടെ. അതിനെ ഇനി സാധ്യതയുമുള്ളൂ. അതിനെ സാധ്യതയുള്ളൂ. ആ വഴിക്കാണ് പോകുന്നത്. ലാലു ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലേ? ലാലു ജയിലിലല്ലേ? ലാലു ജയിലിലാണ്. താനും ലാലുവിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. പ്രചാരണത്തിന് അങ്ങ് ഇറങ്ങിയില്ലല്ലോ. ലാലുവിന് വേണ്ടി വൃക്ക കൊടുത്തതുപോലെ. അതാണ് ലാലുവിൻ്റെ, ശരിക്കും പറഞ്ഞാൽ അതിനൊരു ബാറ്ററി, നമ്മുടെ ശരീരത്തിലെ ഒരു ബാറ്ററിയാണ് ഈ വൃക്ക എന്ന് പറയുന്ന അവയവം. ആ ബാറ്ററി കൊടുത്തത് സ്വന്തം വൃക്കകൾ രണ്ടുണ്ടല്ലോ ഓരോ മനുഷ്യനും. ആ വൃക്കയിൽ ഒരെണ്ണം ദാനം ചെയ്തുകൊണ്ടാണ് ലാലുവിന് ജീവൻ കൊടുത്ത പെൺകുട്ടിയാണ്. അപ്പോൾ ലാലുവിനോട് ഏറ്റവും സ്നേഹമുള്ള പെൺകുട്ടിയാണ്. അത് തേജസ്വി മനസ്സിലാക്കേണ്ടതല്ല. ചെറുപ്പക്കാരിയാണ്, വളരെ യുവതിയായിട്ടുള്ള സ്ത്രീ ചെയ്ത ത്യാഗം തേജസ്വി കൊടുത്തില്ല. അവൻ ക്രിക്കറ്റ് കളിക്കാരനാണെന്നും പറഞ്ഞ് ജാടയിൽ നടന്നു.
പ്രതാപ് യാദവും കൊടുത്തില്ല, കൊടുത്തത് ഈ പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഇപ്പോൾ പെൺകുട്ടികളിൽ കുറച്ച് കോംപ്ലിക്കേഷൻ വരാവുന്നതാണ് ഒരു വൃക്ക പോയി കഴിഞ്ഞാൽ. എന്നിട്ടും അവൾ ചെയ്തു, സ്നേഹമുള്ള മകളാണ്. പക്ഷേ ഈ തേജസ്വി പ്രതാപ് യാദവ് കാരണം, അയാൾക്ക് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂട്ടുകെട്ട് കാരണം അവരുടെ പാർട്ടിയും അവിടെ തകർന്നടിഞ്ഞു പോയപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ 1/3 സീറ്റുകൾ മാത്രമായിട്ട് അത് ചുരുങ്ങിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാൾ അവൾ വീടും പാർട്ടിയും വിട്ടുപോയി. അവൾ പറഞ്ഞ വേറൊരു പരമരഹസ്യമുണ്ട് കേട്ടോ. ഈ പാർട്ടിക്കകത്ത് എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണെന്നാണ് അവൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. കാരണം സഞ്ജയ് യാദവ് എന്ന് പറയുന്നത് ആത്മമിത്രമാണ്. രാഹുൽ ഗാന്ധിയെപ്പോലെ പ്രചാരണത്തിന് മാത്രം ബുള്ളറ്റിൽ സഞ്ചരിക്കുന്ന ആളല്ല, ആത്മമിത്രവും കുടുംബമിത്രവുമാണ്. തേജസ്വി യാദവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അദ്ദേഹം ഈ രോഹിണിയോട് പറഞ്ഞു, നിങ്ങൾ പാർട്ടി വിട്ട് ഇപ്പോൾ എങ്ങനെയൊട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടു, ഇതിനി നന്നാവാൻ പോകുന്നില്ല. മറ്റൊരു സുഹൃത്തായ റമീസ്, പുള്ളിയും ഈ RJD-കാരൻ തന്നെ, അദ്ദേഹവും പറഞ്ഞു ഇനി ഈ പാർട്ടിയിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ അവരിപ്പോഴും നിൽക്കുന്നു. കാരണം എന്തുകൊണ്ട്? തേജസ്വി യാദവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. അതൊരു ഇനി ഇത് നന്നാവില്ല, നീ രക്ഷപ്പെടൂ എന്നുള്ള ടോണായിരുന്നുവെങ്കിൽ എന്തിനാണ് ചെരുപ്പിന് അടി വാങ്ങേണ്ടി വരിക? അതൊരു പക്ഷെ ഭീഷണിയായിക്കൂടെ? അല്ല, കുടുംബത്തിനകത്തു നിന്നാണ് ചെരുപ്പിന് അടിയേറ്റത്. ഇവള് പാർട്ടി വിട്ട് പോവുകയാണ്, നിങ്ങളുമായിട്ട് ഇനി ബന്ധമില്ല, സ്വാഭാവികമായിട്ടും കുടുംബത്തിനകത്തൊരു പ്രതിഷേധം വരുമല്ലോ. പ്രതിഷേധം വന്നു, ആ പ്രതിഷേധമാണ് പ്രകടിപ്പിക്കപ്പെട്ടത്. കാരണം ഈ പെൺകുട്ടികളോട് ഇയാൾ, ഈ സോഷ്യലിസം പറയുന്ന ആൾ പെൺകുട്ടികളോട് മോശമായിട്ടാണ് പെരുമാറുന്നതെന്നാണ് പറയുന്നത്. ബീഹാറിലെ ജനങ്ങൾക്ക് നീതി കൊണ്ടുവരും, സ്ത്രീകൾക്ക് നീതി കൊണ്ടുവരും എന്ന് പറയുന്ന ഈ മനുഷ്യൻ സ്വന്തം സഹോദരിയോട് പോലും നീതി കാട്ടുന്നില്ല. അപ്പൊ സ്വന്തം സുഹൃത്താണ് പറയുന്നത് രോഹിണി ആചാര്യയോട് നിങ്ങൾ പാർട്ടി വിട്ടു പോകണം, കുടുംബം വിട്ടു പോകണം എന്ന് പറയുന്നത്. എന്നിട്ട് ആ സുഹൃത്ത് പറയുന്നതനുസരിച്ച്, അതൊരു പക്ഷെ ഭീഷണിയായിരിക്കാം, അതനുസരിച്ച് ഇവർ പോകുന്നു. ആ പോകുമ്പോൾ തേജസ്വി ഉൾപ്പെടെയുള്ളവർ ഇവരെ ചെരുപ്പിനടിക്കുന്നു. എന്ന് മാത്രമല്ല, വേറൊരു കാര്യം കൂടി അവർ പറഞ്ഞു. കുടുംബ രഹസ്യങ്ങൾ ഇപ്പോഴും, അന്തപ്പുര രഹസ്യങ്ങൾ ഇപ്പോൾ അങ്ങാടിപ്പാട്ടായത്. അതായത് ഈ വൃക്ക കൊടുത്ത സമയത്ത് പോലും ഇവരെ വിമർശിച്ചു വീട്ടുകാർ. അപ്പം ആ വീട്ടിലുള്ള ആൺ കോയ്മയാണത് കാണിക്കുന്നത്, പുരുഷ മേധാവിത്വം. ഇത്രയും ത്യാഗം ചെയ്ത ഒരു പെൺകുട്ടിയെ അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വന്നിട്ട് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഈ തിരസ്കാരം സഹിക്കാൻ വയ്യാതെ വന്നിട്ടാണ് അവർ പുറത്തേക്ക് പോയത്. പാർട്ടിക്ക് നേരിട്ട ഓഫ് കോഴ്സ് ഈ വൻ പരാജയം സഹിക്കാൻ വയ്യാതെ ഇനി ഇവിടെ നിന്നിട്ട് പ്രായോഗികമതികളായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ പറ്റൂ. ഇതിന് പാർട്ടി നിന്നിട്ടൊരു കാര്യമില്ല. വലിയ ഗംഗാപ്രവാഹത്തിൽ ഒഴുക്കിയെടുത്തു കൊണ്ടുപോകുന്ന ഈറ്റ കമ്പുകൾ പോലെ അത് ഒഴുകിയങ്ങ് പോയി. വാഗബോൺ റീഡ്സ് അതുപോലെ അങ്ങ് ഒഴുകിപ്പോയി കഴിഞ്ഞു ആ പാർട്ടിയുടെ ഈ അടിവേരെന്നൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വോട്ട് പെർസെൻറ്റേജ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പാർട്ടിക്ക് ഒരു കൂട്ടുണ്ടെങ്കിലേ ജയിക്കാൻ പറ്റും. അതിനൊരു കൂട്ടില്ല, അതിന് ബലമുള്ള ഒരു കൂട്ടല്ല കോൺഗ്രസ് എന്നും തെളിഞ്ഞു കഴിഞ്ഞു. വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല, അതൊരു പരാന്ന ജീവിയാണ് കോൺഗ്രസ് എന്നും തെളിഞ്ഞു കഴിഞ്ഞു. രോഹിണിയെ BJP സ്വീകരിക്കുമോ? രോഹിണിക്ക് BJPയെ വഴിയുള്ളൂ, സ്വീകരിക്കാതിരിക്കാൻ്റെ കാര്യമൊന്നുമില്ല. കാരണം ഒരു സ്നേഹമയ്യായ ഒരു പെൺകുട്ടിയാണ്. അത് വരുന്നത് നല്ല കാര്യം തന്നെയല്ലേ. ബീഹാറിൽ അവർക്ക് നേതാക്കൾ വേണം ഇനി. കാരണം ബീഹാറിൽ നേതാക്കൾ കുറവാണ്. അവിടെ JDUവിൻ്റെ ഒരു ഷെയറിംഗ് കൊണ്ടാണ് ഇത്രയും സീറ്റുകൾ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും രോഹിണി വന്ന യാദവ വോട്ടുകൾ ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു രാഷ്ട്രീയ കാര്യം, രജപുത്രന്മാർ, ഭൂമിഹാർമാർ, ഇങ്ങനെയുള്ള സവർണ സമുദായങ്ങളുടെ വോട്ടാണ് BJP നേടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം താഴ്ന്ന സമുദായങ്ങളുടെ JDUവും അതുപോലെ തന്നെ പസ്വാനും ഇവരൊക്കെ കൂടിയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷനൊന്ന് സമീകരിച്ച് ഇനി അവരുടെ ഒരു മുഖ്യമന്ത്രി വരണമെങ്കിൽ ഈ ദളിത വിഭാഗത്തിലേക്കും പിന്നാക്ക വിഭാഗത്തിലേക്കും OBCയിലേക്കും അവർക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. OBCയിലേക്ക് കടക്കാനുള്ള ഒരു താക്കോലാണ് വാസ്തവത്തിൽ രോഹിണി ആചാര്യ. അതാണ് അവരുടെ വിജയമന്ത്രമാക്കാൻ പറ്റുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഹെമന്ത് ബിശ്വ ശർമ്മ എവിടെ നിന്ന് വന്നതാണ്? അസമിലെ മുഖ്യമന്ത്രി, അസമിൽ ഭൂരിപക്ഷത്തിന് കാരണക്കാരനുമായിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അങ്ങനെ മറ്റു പാർട്ടിക്കാരെ എടുക്കുന്നതിൽ വളരെ വിദഗ്ധരാണ് അവർ. അങ്ങനെ അവർ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും അവർ സ്വീകരിക്കും. അങ്ങനെ തന്നെ സംഭവിക്കാൻ നമുക്ക് സാധ്യത കാണുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.